ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വരെയാണ് കൂട്ടുകാരെ. ഞങ്ങളെ വീട്ടിൽ എങ്ങനെയാണ് അരിപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് ഉള്ള ഒരു വീഡിയോ ആണ്. ഞങ്ങൾ ഒരു 5 മണിക്കൂറിന് മുമ്പ് അരി വെള്ളത്തിൽ, പച്ചരിയും കഞ്ഞിയുടെ അരി എന്ന് പറഞ്ഞൊരു അരിയുണ്ട്, ആ അരിയും കൂടെ വെള്ളത്തിലിടും. 5 മണിക്കൂർ വെള്ളത്തിൽ കോരാനിടും. അത് കഴിഞ്ഞിട്ട് അരി കഴുകി നല്ലതുപോലെ കഴുകിയിട്ട് ഊറ്റി വയ്ക്കും. വെള്ളം നല്ലതുപോലെ തോന്നു കഴിഞ്ഞാലേ മില്ലിൽ കൊടുത്ത് അരി പൊടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അരി മില്ലിൽ കൊടുത്ത് പൊടിച്ച് കൊണ്ടുവന്നതാണ് കൂട്ടുകാരെ ഈ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അതിനെ ഞങ്ങൾ മാവ് വറുത്ത് ചൂടാക്കി വറുത്തെടുക്കും. നല്ലതുപോലെ വറുത്തെടുക്കും. നല്ലതുപോലെ വറുക്കണം, എന്നാലേ അരിപ്പൊടി ആവത്തുള്ളൂ. നല്ല തോനേരം ഇട്ട് വറുത്തെടുക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് നല്ല ടേസ്റ്റാണ് കടയിൽ നിന്ന് മേടിക്കുന്നതിനെ കാട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കും. കണ്ട, വറുത്ത് തീയിൽ മുറ്റത്ത് അടുപ്പിലാണ് ഇട്ട് വറുക്കുന്നത്. കണ്ട, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പാചകം ചെയ്ത് കഴിക്കാൻ ഈ മാവിൻ്റെ. അങ്ങനെ നല്ലതുപോലെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. നല്ല രീതിയിൽ ഇങ്ങനെ തോന സമയം എടുക്കും വറുക്കാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ വറുത്തെടുക്കുകയാണ് കൂട്ടുകാരെ. കണ്ട, അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കൂട്ടുകാരെ. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് എനിക്ക് സപ്പോർട്ട് തരണേ. ഇപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ആരും കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് കൂട്ടുകാരെ. എൻ്റെ വീഡിയോ പഴയതുപോലെ എല്ലാവരും കാണണം. എനിക്ക് ആദ്യം വാച്ച് ടൈമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ലൈവ് എൻ്റെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല ലൈവ്. അതുകൊണ്ട് വാച്ച് ടൈമെല്ലാം കുറയുന്നു. അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ട് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ലൈക്കും കമൻറ്റും ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഇടുന്ന വീഡിയോസും ഒന്നും കിട്ടുന്നില്ല, ഷോർട്ട് വീഡിയോയ്ക്കും കിട്ടുന്നില്ല. എല്ലാവരും ഇടണം. ഇതാണ് ഞങ്ങളെ വീട്ടിൽ വറുത്ത അരിപ്പൊടി. അപ്പോൾ അരിപ്പൊടി വറുക്കുമ്പം അതിൻ്റെ എങ്ങനെയാണ് മാവാകുന്നതെന്ന് കാണിച്ചു തരാം. കണ്ട, അതാ നല്ലതുപോലെ മൂക്കുമ്പോഴത്തേക്ക് മാവ് പറക്കും. അപ്പോഴാണ് മാവ് ശരിയായിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആ കൂട്ടുകാരെ നോക്ക്, കണ്ട, ഇതിപ്പോൾ റെഡി ആയിട്ടില്ല, എന്നിട്ട് കുറേ ആക്കി ഇതിപ്പോൾ ശരിയായി. ഇതാണ് മാവിൻ്റെ കണക്കായ പരുവം. കണ്ട, മാവായിട്ടുണ്ട്. മാവ് ആയത് ഞാൻ എടുത്ത് വെച്ചിട്ട് കാണിക്കുകയാണ് കൂട്ടുകാരെ. ഇതാ കണ്ട, മാവായി. നല്ല ടേസ്റ്റാണ്. ഇടിയപ്പം, അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. പുട്ട്. ഓക്കെ, ബൈ.